പാകിസ്ഥാന്റെ കയ്യിലുള്ള എണ്ണശേഖരം വികസിപ്പിക്കാൻ US തയ്യാറാണ്. ഒരു ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്ന് ട്രംപ് പറഞ്ഞു. സത്യത്തിൽ ട്രംപിന്റെ സമീപനം എന്താണ് വ്യക്തമാക്കുന്നത്? അതെ, നമ്മളും അദ്ദേഹമായിട്ടുള്ള ബന്ധം വളരെ നല്ലതായിരുന്നു. നമ്മൾ പ്രധാനമന്ത്രി പോയ സമയത്ത് ആദ്യം 4ാമത്തെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു, അതിനായിട്ടാണ് അദ്ദേഹം പോയത്. അവിടെ നടന്ന തീരുമാനങ്ങളെല്ലാം വളരെ നല്ലതായിരുന്നു. പക്ഷേ ടാരിഫിനെ പറ്റി അങ്ങനെ വരുന്നുണ്ടെന്ന് കേട്ടിരുന്നെങ്കിൽ പോലും അതിലൊന്നും ഇന്ത്യക്കെതിരായിട്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നു വിചാരിച്ചില്ല. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം അമേരിക്കയ്ക്ക് നമ്മളോട് ധാരാളം പരാതികളുണ്ടെന്നാണ് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഈ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുകയും അതിനുവേണ്ടി അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹം അതൊന്നും ചെയ്തില്ല, അമേരിക്കക്കാർക്ക് ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേദനിപ്പിച്ച് കാണും. സാധാരണ അദ്ദേഹം വളരെ ടെമ്പറമെൻ്റലാണ്, സിസ്റ്റത്തിൽ കൂടെ അല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും വ്യക്തിപരമായി അദ്ദേഹത്തിന് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് അദ്ദേഹത്തിൻ്റെ നയത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു റോളുമില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് കാണാം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ എൻവോയ് ആയിപ്പോയ ചില വ്യക്തികൾ അദ്ദേഹത്തിനെ വളരെയധികം അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് തന്നെ പോയി ക്രിട്ടിസൈസ് ചെയ്യുകയുണ്ടായി. അതും വളരെ റെയറാണ്. ഒരു സ്പെഷ്യൽ എൻവോയ് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ പറ്റി ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പ്രശ്നമായി വരാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹം നമ്മളോട് ഇപ്പോൾ ഇറിറ്റേറ്റഡ് ആയിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം വളരെ ഇമ്പൾസീവാണല്ലോ, അദ്ദേഹത്തിൻ്റെ ചിന്തകളൊന്നും നമുക്ക് നേരത്തെ വായിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നത് ഇന്ത്യ നല്ലൊരു സുഹൃത്താണ് എന്നാണ്. എന്നിട്ട് ഉടനെ പറയും ഇന്ത്യ ടാരിഫിൻ്റെ എംപററാണ്, അല്ലെ ടാരിഫിൻ്റെ കിങ് ആണ്, ചൈന എംപററാണെന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പ്രെഡിക്റ്റബിൾ അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ക്വാളിറ്റി അൺപ്രെഡിക്റ്റബിലിറ്റിയാണ്. അത് ലോകം മുഴുവൻ ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ മുതലെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അദ്ദേഹത്തിന് നോബൽ പ്രൈസിന് റെക്കമെൻഡ് ചെയ്യുന്നു. അതാണ് പാകിസ്ഥാൻ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് പാകിസ്ഥാനോട് വലിയ പ്രാതിനിധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെക്കാളും വലിയ സുഹൃത്തായി അദ്ദേഹം റെഫർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഐറണി നോക്കിക്കോളൂ, നമ്മൾ ടെററിസത്തിനെതിരായിട്ടാണ് ഈ യുദ്ധം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ ആക്ച്വലി ടെററിസത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള യുദ്ധമാണ്. അതിനെതിരായിട്ടാണ് അദ്ദേഹം എല്ലാം ചെയ്യുന്നത്. ടെററിസം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാൻ്റെ ആൻറ്റി ടെററിസത്തിൽ ഏറ്റവും കൂടുതൽ സുഹൃത്ത് പാകിസ്ഥാനാണെന്നാണ്. പാകിസ്ഥാനാണ് ഏറ്റവും വലിയ ടെററിസ്റ്റ് രാജ്യമെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ആൻറ്റി ടെററിസത്തിന് പാകിസ്ഥാൻ ഞങ്ങളുടെ ബന്ധുവാണെന്നാണ്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് ഇപ്പോൾ തൽക്കാലമുള്ള ഒരു സൗന്ദര്യപ്പണക്കമാണ് ഇന്ത്യയോട് എന്ന് തോന്നുന്നു. അത് കാലം കഴിയും തോറും നമ്മളും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായി. കാരണം പൊതുവേ ഇന്ത്യയോട് അമേരിക്കയ്ക്ക് പൊതുവെ 2 പാർട്ടികൾക്കായാലും പ്രത്യേക സൗഹൃദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നശിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ വശത്തു നിന്നും അദ്ദേഹത്തിൻ്റെ വശത്തു നിന്നുള്ള ചില പ്രവൃത്തികൾ കൊണ്ടും പ്രസ്താവനകൾ കൊണ്ടുമാണ്. അത് മാറി കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തരൂരിന്റെ നേതൃത്വത്തിൽ പോയ പ്രതിനിധി സംഘത്തിന് കാര്യമായ ഇടപെടലുകൾ അമേരിക്കയിൽ നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഞാനത് തന്നെ അഭിപ്രായമാണ്. ആദ്യമായിട്ടും നമ്മുടെ അംബാസഡർമാർക്ക് പറയാൻ കഴിയാത്ത എന്താണ് ഈ സ്പെഷ്യൽ എൻവോയ്സ് പറയാൻ കഴിയുന്നത്? അതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം നമ്മുടെ അംബാസഡറിൽ വാഷിങ്ടണിൽ അറിയാവുന്നത് പോലെ ഈ കാര്യങ്ങൾ എത്ര വലിയ പ്രശസ്തനായ വ്യക്തിയായാലും അതുപോലെ സംസാരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഡിപ്ലോമാറ്റ്സിനെ അണ്ടർ വാല്യൂ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത്. അതൊരു കാര്യം. പക്ഷേ ഏത് കാര്യമായിട്ടായാലും ഒരു ഇന്ത്യൻ പ്രതിനിധി മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും റെസ്പെക്റ്റ്ഫുള്ളായിട്ട് മാത്രമേ പ്രസിഡന്റിനെ പറ്റി സംസാരിക്കാവൂ എന്നുള്ളതൊരു തത്വം തന്നെയാണ്. പക്ഷേ അതല്ല, അതിനേക്കാളും ഇപ്പോൾ ഏതെങ്കിലും രാജ്യം നമ്മളോടുള്ള സമീപനം മാറ്റിയോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല. ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത ആകെ 2 രാജ്യങ്ങളെ ഈ ലോകത്തുള്ളൂ. ഒന്ന് തായ്വാനും മറ്റൊന്ന് ഇസ്രയേലുമാണ്. മറ്റൊരു രാജ്യവും, മൊറീഷ്യസും ഭൂട്ടാനും പോലും, നമ്മളോട് വളരെ അടുത്ത ബന്ധമുള്ള രാജ്യം പോലും അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതിനുള്ള പ്രധാന കാര്യം, നമുക്ക് പലർക്കും മനസ്സിലാവാത്തതിൻ്റെ കാര്യം, നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ നമ്മൾ മുമ്പ് അംഗീകരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വിപരീതമാണ്. ഇപ്പോൾ നമ്മൾ
ജമ്മു ആൻഡ് കാശ്മീർ നമ്മുടെ ടെറിട്ടറിയാണ് എന്ന് നമ്മൾ പറയും. തീർച്ചയായിട്ടും നമ്മൾ അത് അവകാശപ്പെടുന്നു. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. ജമ്മു ആൻഡ് കാശ്മീർ ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ബിലോങ് ടു അസ്, എല്ലാം നമുക്കറിയാം. പക്ഷേ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആണെന്ന് ഐക്യരാഷ്ട്ര സഭയിൽ സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ മാപ്പ് നോക്കിയാൽ ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റു രാജ്യങ്ങളൊന്നും ഇതിൽ ഇടപെടില്ല. കാരണം UN തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് അവർ ഇടപെടുക? അതുകൊണ്ട് അവർ അഭിപ്രായം ഒന്നും പറയില്ല. ശരി, താങ്ക് യു വെരി മച്ച്, വിൽ കൺസിഡർ യുവർ പ്രൊപ്പോസൽസ് എന്ന് പറയാല്ലാതെ അവർക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. തൈവാനും ഇസ്രായേലുമാണെങ്കിൽ പ്രത്യേക രാജ്യമാണ്. അവർ നിയമത്തിനൊന്നും കാര്യമായി എടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്കത് പറയാൻ കഴിയുന്നത്. പക്ഷേ മറ്റു രാജ്യങ്ങൾക്ക് അവർ നമ്മളോട് വിരോധം ഉണ്ടായിട്ടല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഐക്യരാഷ്ട്ര സംഘടനയിലുള്ള ചില തീരുമാനങ്ങൾ അത് പഴയ തീരുമാനങ്ങളാണെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമ്മൾ ടെററിസത്തിനെതിരാണെന്ന് പറയുമ്പോൾ അവർ പറയും എല്ലാവരും ടെററിസ്റ്റ് ആണോ? ആരാണ് ടെററിസ്റ്റ്? ഫ്രീഡം ഫൈറ്റേഴ്സ് ഇല്ലേ? അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് എന്താണ്? ഇവർ ഫ്രീഡം ഫൈറ്റേഴ്സാണ്, അതുകൊണ്ട് ഞങ്ങൾ അവരെ സഹായിക്കും. നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സിനെ സഹായിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ സഹായിച്ചിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ സഹായിച്ചിട്ടുണ്ട്, നമീബിയയിൽ സഹായിച്ചിട്ടുണ്ട്, പാലസ്തീനിൽ സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ ടെററിസ്റ്റ് ആണെന്ന് നമ്മൾ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളും ടെററിസ്റ്റ് എന്ന് ഞങ്ങൾ കണക്കാക്കുന്നവരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും എല്ലാ ടെററിസവും എല്ലാവരും ചീത്തയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വൺ മാൻസ് ടെററിസ്റ്റ് ഈസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ എന്നാണ് പലരും വാദിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് മറ്റു രാജ്യങ്ങൾ അവരുടെ അഭിപ്രായം മാറ്റാത്തത്. അത് നമ്മളത് പോയി പറഞ്ഞതുകൊണ്ടൊന്നും അവരുടെ അഭിപ്രായം മാറ്റാൻ സാധ്യമല്ല. പിന്നെയെന്നുള്ളത് നമ്മൾ എല്ലാ കാലത്തും ജമ്മു ആൻഡ് കാശ്മീർ ഇൻ്റർനാഷണലൈസ് ചെയ്യരുതെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. അതിനാണ് ഈ പഹൽഗാം അറ്റാക്ക് ഉണ്ടായത്. അവർക്ക് ജമ്മു ആൻഡ് കാശ്മീരിനെ ഇൻ്റർനാഷണലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ എന്ത് നേടാനാണ്? അപ്പോൾ അത് നമ്മളതിൻ്റെ ട്രാപ്പിലേക്ക് വീണുപോയി. അവർ ഇതെല്ലാം ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാ രാജ്യങ്ങളിലും പോയി പറഞ്ഞാൽ അവർ നമ്മൾ പറയുന്നതൊക്കെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് അതൊരു ആവശ്യമില്ലാത്ത കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിനാണ് ഇത് ബെറ്ററായിട്ട് അറിയാവുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം പല നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.